സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വാക്യം വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 5 3 തിരുവചനം. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 രാജാക്കന്മാർ 5 അധ്യായം 3 വാക്യത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ സാക്ഷ്യമാണ് കേൾക്കുവാനിടയായത്. ഈ സാക്ഷ്യത്തിൻ്റെ പശ്ചാത്തലം അരാം രാജാവ് തൻ്റെ സേനാപതിയായ നയമാനുമായി ഇസ്രായേൽ പ്രദേശത്ത് പോയി യുദ്ധം നടത്തുകയാണ്. ആ യുദ്ധത്തിൽ അരാം രാജാവും സൈന്യവും വിജയിക്കുകയും ഇസ്രായേലും സൈന്യവും തോൽക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമായി അരാം രാജാവും സൈന്യവും ഇസ്രായേലിൽ നിന്ന് അനേകരെ അടിമകളായി അരാം ദേശത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. അതിൽ ഒരു ചെറിയ പെൺകുട്ടി പറഞ്ഞ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. ആ സാക്ഷ്യം അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ എന്ന കുഷ്ഠരോഗിക്ക് ഈ ഇസ്രായേൽ ദേശത്തിലെ ഈ പെൺകുട്ടി പറയപ്പെട്ട പ്രകാരം ഇസ്രായേലിലെ ഒരു പ്രവാചകൻ്റെ അടുക്കൽ ചെന്നെങ്കിൽ ഈ നയമാൻ എന്ന കുഷ്ഠരോഗിയുടെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമെന്നാണ്. ഈ അടിമയായി പിടിച്ചുകൊണ്ടുപോയ പെൺകുട്ടി അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ വീട്ടിൽ അടിമപ്പണിക്ക് നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അവൾ ആ ഭവനത്തിലെ യജമാനത്തിയോട് തൻ്റെ ദേശത്തിൽ ഒരു പ്രവാചകനുണ്ടെന്നും, അഥവാ എലീശ പ്രവാചകൻ, ഈ പ്രവാചകൻ്റെ അടുക്കൽ പോയാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ നയമാൻ്റെ കുഷ്ഠരോഗം മാറിക്കിട്ടുമെന്ന് അവൾ സാക്ഷ്യം പറയുകയാണ്. തുടർന്ന് നടന്നതെല്ലാം പെട്ടെന്നായിരുന്നു. അവളുടെ യജമാനത്തി തൻ്റെ ഭർത്താവായ നയമാനോട് ഈ വിവരം അറിയിക്കുകയും അദ്ദേഹം അരാം രാജാവിൻ്റെ ശുപാർശയോടെ ഇസ്രായേലിലേക്ക് നയമാനെ അയക്കുകയാണ്. നയമാൻ പ്രവാചകൻ്റെ അടുക്കൽ പോകുമ്പോൾ പ്രവാചകൻ, നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുവാൻ പറയുകയാണ്. ആദ്യം വിസമ്മതിച്ചുവെങ്കിലും തൻ്റെ ദാസന്മാരുടെ നിർബന്ധപ്രകാരം നയമാൻ എലീശ പ്രവാചകൻ പറഞ്ഞ പ്രകാരം യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുമ്പോൾ ആ കുഷ്ഠരോഗത്തിൽ നിന്ന് സമ്പൂർണമായ സൗഖ്യം ലഭിക്കുകയാണ്. ഈ സന്ദേശം നമുക്ക് നൽകുന്ന ഒരു ചിന്ത, ഇന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കണമെന്നല്ല. പ്രത്യുത സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായ ക്രിസ്തുനാഥൻ, അഥവാ യേശു ക്രിസ്തു, ഇന്ന് മുഴുപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും പരിപോഷകനുമായി ആത്മസ്വരൂപിയായി നമ്മുടെ ഇടയിലുണ്ട്. വിശ്വാസത്തോടെ ആ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ കുഷ്ഠരോഗത്തിന് സമാനമായ പാപത്തെ നീക്കുവാൻ യേശു മതിയായവനാണ്.
നമ്മുടെ പാപം മാറിയാൽ നമ്മുടെ രോഗവും മാറുമെന്ന് വചനം പറയും. 103 സങ്കീർത്തനത്തിൽ 3 വാക്യത്തിൽ പറയുന്നത്, ദൈവം നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും എന്നാണ്. അതെ, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പാപക്ഷമയും ഒപ്പം നമുക്കാവശ്യമായ രോഗസൗഖ്യവും പ്രാപിക്കുവാൻ തിരുവചനം കേട്ട എല്ലാ പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I'll worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, You're rich to love and you're slow to anger. Your name is great and your heart is kind. For all your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like